I'm, for me, life is a celebration. Yes. Every day I enjoy my life. കഴിഞ്ഞ ദിവസം മരിച്ചുപോയ ഡോക്ടർ സി ജെ റോയ് പറഞ്ഞ വാചകമാണ് നിങ്ങൾ കേട്ടത്. ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. അതായത് ജീവിതം ഒരു ആഘോഷമാണ്, എൻജോയ് ചെയ്ത് ജീവിക്കുക. ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പാട്ടിൻ്റെ വരികളുണ്ട്. ഞാനതൊന്ന് പാടാൻ ശ്രമിക്കുകയാണ്, ഒന്ന് കേൾക്കണേ. മായയാമി ലോകം ഇത് മാറും നിഴൽ പോലെ, മാറും മണ്ണായി വേഗം നിൻ ജീവൻ പോയിടും. ആനന്ദത്താൽ ജീവിതം മനോഹരമാക്കാം എന്നു നനയ്ക്കരുതേ, ഇത് നശ്വരമാണേ. ആനന്ദത്താൽ ജീവിതം മനോഹരമാക്കാം എന്നു നനയ്ക്കരുതേ, ഇത് നശ്വരമാണേ. പാടാനൊന്നും അറിയത്തില്ല, എന്നാലും അങ്ങ് പാടിയതാണ്. ലൈഫ് ഈസ് എ സെലിബ്രേഷൻ എന്ന് പറയുന്നവരോട്, പഴയ എപ്പിക്യൂരിയൻ ഫിലോസഫി, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്ന് പറയുന്നവരോട്, അതായത് സി ജെ റോയുടെ ആ ഒരു ചെറിയ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഈ കാലത്ത് പലരുടെയും ഫിലോസഫിയാണ്. ജീവിതത്തെ ആഘോഷമായിട്ട് അങ്ങ് കൊണ്ടുപോകണം. ഈ മോഹൻലാലിൻ്റെ ഒരു ചിത്രത്തിൽ അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ്, ലൈഫ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഇവൻറ്റ്സ്. അതാണിപ്പോൾ പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നതും ജീവിക്കുന്നതും. ഇങ്ങനെ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക. സത്യത്തിൽ അതാണോ ജീവിതം? അല്ല. ആനന്ദത്താൽ ജീവിതം മനോഹരമാക്കാം എന്ന് നനയ്ക്കല്ലേ എന്ന് ഭക്തവത്സലൻ എഴുതിയ വരികൾ നമ്മൾ ഒന്നുകൂടെ മനസ്സിലൊന്നിടണം. അതായത് ഈ സന്തോഷം കൊണ്ടും അടിച്ചു പൊളിച്ചുള്ള ജീവിതം കൊണ്ടും ഒന്നും ജീവിതം മനോഹരമാകത്തില്ല. അന്നന്നത്തേക്കുള്ള ഭക്ഷണമേ ഉള്ളെങ്കിലും, പണമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും, ദൈവകൃപയിൽ ഹൃദയത്തിൽ സമാധാനം അനുഭവിച്ച് കർത്താവിൻ്റെ കരം പിടിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതാണ് യഥാർത്ഥ ജീവിത വിജയം എന്ന രഹസ്യം നമ്മൾ തിരിച്ചറിയണം. പൂ പോലെ ഉണങ്ങുന്ന ഒടുങ്ങുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്ന ഒരു ചെറിയ സന്ദേശം എനിക്ക് പറയാനുള്ളത് ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.